എന്തു വന്നാലും ഈ പഞ്ചലോക വിഗ്രഹം നമ്മൾ പൊക്കിയിരിക്കും. എൻ്റെ മുന്നാശനെ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഈ കൊച്ചുകുളപ്പാക്കാലത്ത് വിളിച്ചോണ്ട് ഈ സാമാനം ഉണ്ടാക്കാനാണോ? നാണ്ടേ നേരത്തെ കിട്ടിയ പോലത്തെ ഇടിയായിരിക്കത്തില്ല, നാട്ടിലെടുത്തിട്ട് ചാർത്തും ഇടിക്കൊരു പഞ്ഞം കാണത്തില്ല കേട്ടല്ലോ. ഓ അപ്പോൾ ആശാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേൾക്കത്തില്ല അല്ലയോ? നിന്നൊക്കെ ഞാൻ ഇതൊരു പേരെങ്കിലും എടുത്ത് വിളിച്ചിട്ടുണ്ടോ? ബ്രില്യൻ കേസ് എന്താ വിളിച്ചിട്ടുള്ളത്? കാര്യം എന്താ ചോദിക്ക്. ഞാൻ മേച്ച് നീയൊക്കെ ബ്രില്യൻ്റ് ആണ്. ഇപ്പം ആ വിഗ്രഹം തകർന്ന്. ഈ തകർന്ന വിഗ്രഹം അടിച്ചു മാറ്റാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങൾ എന്തൊരു മണ്ടനാശാനെ. ഇവിടെ മണ്ടത്തിന് പറയാറ മണ്ട. ഈ തകർന്ന വിഗ്രഹം എടുത്തുകൊണ്ട് പോയി നമുക്ക് ചുളുവിലക്ക് വെക്കാനുള്ള ആചാര തന്ത്രമല്ലേ അത്? എടാ അതിന് ഇത് അമ്പലക്കരി വിൽക്കൂ. മരവിളകളെ എൻ്റെ മനസ്സിലെ വിഗ്രഹം പൊട്ടിയെന്നാണ് പറഞ്ഞത്. ബ്രില്യൻ ഗേറ്റ്സ് ഉണ്ടാക്കി എൻ്റെ അമ്മൂമ്മ പാക്കര കെട്ടി. അതെപ്പോഴാ ആശാനെ? മൈഗുണ കൂളാശാനെ കൂൾ കൂടില്ല ഇച്ചിരി കേട്ടി. ആശാനെ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളിവിടെ ഈ ബ്രില്യൻ ഗൈസ് കാണും. നിങ്ങൾ പ്ലാൻ പറ. മൂഞ്ചി കിടക്കുന്ന അടുത്ത് ഇടിക്കുള്ള വകുപ്പായിട്ടുണ്ട്. പാറ്റു ഇന്ന് ഞാൻ ഒരു ശലഭത്തിനെ കണ്ടു, ആ ശലഭത്തിനെ പിടിക്കാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. ഞാൻ അതിനെ വിട്ടു. എന്താ ഇതൊക്കെ? കൊച്ചിന് കളിക്കൊടുക്ക. ബ്രില്യൻ ബോയ്സിന് എന്തിനാ ആശാനെ ക്ലച്ചും പ്ലാനും? എന്നല്ല സാധനം എവിടെ പോയെന്നൊരു പിടിയില്ലല്ലോ. ഇനി കൊച്ചങ്ങാനും എടുത്ത് വായിക്കുകയാണെങ്കിൽ അതെങ്ങനെ പോയെന്നൊരു പിടി. കുട്ടപ്പാ ശരിയെങ്കിൽ പറ്റാശ എന്നിട്ട് കൂടാ ഉടായിപ്പോ ഉടായിപ്പോ ആടാ കുട്ടപ്പാന്ന് വിളിച്ച ആക്കൊണ്ട് ഒരുമാതിരി വിളിക്കരുത് കേട്ടോ. പന്ന കഴിവറി മാന്യന്മാരുടെ ചീത്ത പറയുന്നു. അല്ലേ അടുത്ത വാവിന് ബലിക്കാക്കേക്ക് കമ്പനി കൊടുക്കേണ്ട ആളാ ഇവിടെ ഇരുന്ന് താളം പറയുന്നു. എത്രടാ നിന്റെ കാശ്? നീ കണക്കൂട്ടി വെക്ക്. നാളെ ഒരു ദിവസം ഉണ്ടല്ലേ ഈ കടനെ ഞാൻ മേടിക്കും. അത് കലക്കി ആശാനെ. കുട്ടപ്പാ നീ നാളെ പറ്റെഴുതുമ്പോഴേ ഇതുകൂടെ ചേർത്ത് വെച്ച് എഴുതിക്കോ. എൻ്റെ ഒരു വില്ലീസ് പറ്റിക്കാൻ ഉദ്ദേശമെങ്കിലേ നാളെ മുതൽ ആശാന വിഷയന്മാരുടെ ഒന്ന് പൊറോട്ട അടിക്കത്തേ ഉള്ളൂ കേട്ടല്ലോ. കുട്ടപ്പാ 4 പൊറോട്ട ഒരു ബീഫ് കറി. ഇനി നിന്റെ ഒരു കുറകൂടെ ഉള്ളായിരുന്നു. ഇനി നിന്റെ പറ്റെന്നാ ഇനി ഇതൊന്ന് തീർക്കുന്നത്? അതിന് ഇനി ഇവിടെ ആരാ ഇനി പറ്റ വന്ന് തീർക്കുന്നത്? നിന്റെ ശത്രുവിനെ ലോട്ടറി അടിച്ചാന്നാ തോന്നുന്നത്. അവൻ ഈ കട വിലക്ക് മേടിക്കാൻ പറഞ്ഞിട്ട് പോയേക്കുവാ. അണ്ട അവൻ്റെ പറ്റെല്ലാം കൂടെ കൂട്ടി വെക്കാൻ പറഞ്ഞേക്കുവാ. വേണ്ടേ പറ്റിബുക്ക് കിടക്കുന്നു. അണ്ണാ അവന് ലോട്ടറി അടിച്ചെങ്കിലേ നമ്മുടെ നാട് വിടേണ്ടി വരും. നമുക്ക് ആ ലോട്ടറി അങ്ങ് അടിച്ചു മാറ്റിയാലോ? ഇല്ലെങ്കിലേ പറ്റു തീർക്കാൻ വേറെ കട നോക്കേണ്ടി വരും. അവൻ രക്ഷപ്പെടുമെന്ന് ഓർത്ത് കിളി പോയിരിക്കുമ്പോഴാ അവൻ്റെ ഒരു പീറ ചായക്കട. അവൻ്റെ ലോട്ടറി അടിച്ചു മാറ്റണം. അണ്ണോ ഇങ്ങേരെമാര് പറ്റിച്ച് ആണ്ട മിട്ടുമേലിൽ വഴിയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നു. എന്തോന്നാടാ ഇത്? എൻ്റെ ഒരു പാക്കറ്റ് സിഗരറ്റോടെ അവന്മാരും ഉണ്ടോ എന്നോടാ? പോയി മൂഞ്ചി ഇന്ത്യയുടെ അമ്പലവും വീടും ഒക്കെ ആണല്ലോടാ. എന്തോ സംഭവം ഉണ്ടല്ലോടാ. എന്തുവാണ് സംഭവം? എന്തുവാ? ലോട്ടറി കച്ചവടം ഒന്നുമല്ല, അമ്പലം വെച്ച അമ്മമാരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്പലോ? അമ്പലത്തിന് മുമ്പ് വെച്ചെന്തോ ലോട്ടറി കച്ചവടോ? എന്നാൽ അവന്മാർ കടയിടുന്നതിനെക്കാട്ടി മുമ്പേ നമുക്ക് അവിടെ കടയിടണം. എടാ പൊട്ട അവർക്ക് റോബറി കച്ചവടം. റോബറി കച്ചവടം? പിടിച്ചുവരെ മോഷണം. മോഷണോ?